السلام عليكم ورحمة الله أيها الطلبة، أهلا بكم إلى جلسة جديدة. في هذه الجلسة نقرأ الباقي من قصتنا الصياد السعيد. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. എന്തായിരുന്നു ആ കഥയുടെ പേര്? ഓർക്കുന്നുണ്ടോ? الصياد السعيد. نعم. دخل إلى بيت الكاتب صياد وفي يده سمكة كبيرة. اشترى الكاتب السمك ودفع الثمن الذي طلب الصياد. നമ്മുടെ എഴുത്തുകാരൻ്റെ വീട്ടിലേക്ക് ഒരു മീൻപിടുത്തക്കാരൻ ഒരു വലിയ മത്സ്യവുമായിട്ട് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം ചോദിച്ച വില കൊടുത്ത് ആ എഴുത്തുകാരൻ ആ മത്സ്യം വാങ്ങി. അതിനുശേഷം ജറാ ഹിവാറുൻ ബൈനൽ കാത്തിബി വസ്സയ്യാദ്, എഴുത്തുകാരനും അതുപോലെ തന്നെ മീൻപിടുത്തക്കാരനും തമ്മിലൊരു സംഭാഷണം നടക്കുന്ന അവിടെ. മാ മൗളൂഉൽ ഹിവാർ, എന്തായിരുന്നു അവരുടെ സംഭാഷണത്തിൻ്റെ വിഷയം? അസ്സആദ, സആദ, സൗഭാഗ്യം, സന്തോഷം, ഇതൊക്കെയായിരുന്നു അവരുടെ ആ സംഭാഷണത്തിൻ്റെ വിഷയം, അല്ലേ? നഖ്റഉൽ ബാക്കി. നമുക്ക് ആ കഥയുടെ ബാക്കി ഭാഗം വായിക്കാം. പേജ് നമ്പർ 36. യഖൂലു الكاتب لما سمعت كلام الصياد. എഴുത്തുകാരൻ പറയാണ്, ഈ മീൻപിടുത്തക്കാരൻ്റെ സംസാരം കേട്ടപ്പോൾ നമ്മുടെ പാരഗ്രാഫ് തുടങ്ങുന്നത് ഫഅക്ബർതു الصياد في نفسي كل الإكبار. ആ മീൻപിടുത്തക്കാരൻ എൻ്റെ മനസ്സിൽ വല്ലാത്ത മതിപ്പുളവാക്കി. അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വല്ലാത്ത മതിപ്പ് തോന്നിയാണ്. അക്ബർതു الصياد في نفسي كل الإكبار وحسدته على قناعته وسعادة نفسه. അദ്ദേഹത്തിൻ്റെ ആ സംതൃപ്ത ജീവിതത്തിലും അതുപോലെ തന്നെ മാനസിക സൗഭാഗ്യത്തിലും എനിക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നിന. ഹസത്തുഹു, എനിക്ക് ഹസദ് അസൂയ, കനാത്ത് സംതൃപ്ത ജീവിതം, അദ്ദേഹത്തിൻ്റെ ആ സംതൃപ്ത ജീവിതവും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സആദത്തു നഫ്സ്, ഇത് രണ്ടും ആ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് അസൂയ തോന്നി. അറഫ്തു ഹഖീഖത്ത സആദ, സആദത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ ഹഖീഖത്ത്, അതിൻ്റെ പൊരുൾ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അൽ ആലമു ബഹ്റുൻ സാഹിറുൻ, ആലമ് ലോകം, ലോകം ബഹ്റുൻ സാഹിറുൻ, ആർത്തിരമ്പുന്ന സമുദ്രമാണ്. അന്നാസ് മനുഷ്യരോ അസ്മാക്കുൻ മത്സ്യങ്ങളാണ്. മാഇജത്തുൻ ഫീഹി, ആ സമുദ്രത്തിൽ നീന്തി തുടിക്കുന്ന. വമൽ മൗത്തു ഇല്ലാ സയ്യാദുൻ, എന്നാൽ മരണം അതൊരു വേട്ടക്കാരനാണ്. യുൽഖി ശബക്കത്തുഹു കുല്ല യൗമിൻ, ആ വേട്ടക്കാരൻ എല്ലാ ദിവസവും തൻ്റെ വലയെറിയുന്നു. അൽഖാ യുൽഖി എന്ന് പറഞ്ഞാൽ ഇട്ടുന്ന, ശബക്കത്ത് വല. ഫതുംസിക്കു മാ തുംസിക്കു, ചിലതിനെയെല്ലാം പിടിക്കുന്നു, ആ വലയിൽ കുടുങ്ങിയതൊക്കെ അദ്ദേഹം പിടിച്ചു കൊണ്ടുപോകുന്നു. വതത്റുക്കു മാ തത്റുക്കു, ചില മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കുന്നു, അഥവാ വലയിൽ കുടുങ്ങാതെ ചിലതെല്ലാം ഒഴിവായി പോകുന്നു. എന്നിട്ടോ വമാ യൻജു മിൻ ശബക്കത്തിഹിൽ യൗം, ഇന്ന് അദ്ദേഹത്തിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടത്, നജ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാ. വമാ യൻജു മിൻ ശബക്കത്തിഹിൽ യൗം, ഇന്ന് അദ്ദേഹത്തിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടത് ലാ യൻജു മിൻഹ ഗദൻ, നാളെ രക്ഷപ്പെടുന്നില്ല. കഥാകൃത്ത് ലോകത്തെ ഒരു സമുദ്രത്തോടും മനുഷ്യരെ ആ സമുദ്രത്തിലെ മത്സ്യങ്ങളോടും മരണത്തെ ഒരു മീൻപിടുത്തക്കാരനോടും ഉപമിക്കുന്നു. മത്സ്യങ്ങൾ മീൻപിടുത്തക്കാരൻ്റെ വലയിൽ ഏതെങ്കിലും ഒരു ദിവസം കുടുങ്ങും എന്നുറപ്പുള്ളതുപോലെ മനുഷ്യനും ഏതെങ്കിലും ഒരു ദിവസം തീർച്ചയായും മരണത്തിന് കീഴൊതുങ്ങേണ്ടി വരുന്നു എന്നാണ് കഥാകാരൻ ഇവിടെ സമർത്ഥിക്കുന്നത്. അടുത്ത പാരഗ്രാഫ്, ഹീനമാ കുൻതു മുഅ്ജബൻ ബിഹി. നമ്മുടെ കഥാകൃത്ത് പറയുന്നു, ഹീനമാ കുൻതു മുഅ്ജബൻ ബിഹി, ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നഹല ഖായിമൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. നഹലാറിന് എഴുന്നേറ്റുന്ന, നഹല ഖായിമൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. വതനാവല ശബക്കത്തുഹു, തൻ്റെ വലയെടുത്തു. വക്കാല, എന്നിട്ട് പറഞ്ഞു, അസ്തൗദിഉക അല്ലാഹ യാ സയ്യിദി, ഞാൻ പോവാ.
വഅദൂലക ദഅവത്തല്ലത്തി അഹ്ബബ്തുഹാ ലക, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ പ്രാർത്ഥന താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായിരുന്നു ആ പ്രാർത്ഥന? അയ്യജഅലക അല്ലാഹു സഈദൻ ഫീ നഫ്സിക, അള്ളാഹു താങ്കളുടെ മനസ്സിന് സന്തോഷവും സൗഭാഗ്യവും പ്രദാനം ചെയ്യട്ടെ. കമാ ജഅലക സഈദൻ ഫീ മാലിക, സമ്പത്തിൽ തങ്ങൾക്ക് സൗഭാഗ്യം നൽകിയതുപോലെ, സാമ്പത്തിക സൗഭാഗ്യം നൽകിയതുപോലെ അള്ളാഹു താങ്കൾക്ക് മാനസിക സൗഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥന ഒരിക്കൽ കൂടി ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിദ്ധ അറബി എഴുത്തുകാരനായ മുസ്തഫ ലുത്ഫുൽ മംഫലൂത്തിയുടെ കഥാസമാഹാരമായ നളറാത്തി എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ചെറിയ ശകലമാണ് നമ്മുടെ ഈ കഥ. അടുത്തത് ഈ പാഠത്തിൽ വന്ന ചില പ്രവർത്തനങ്ങളാണ്. 37-ാമത്തെ പേജിൽ കൊടുത്ത ഒന്നാമത്തെ പ്രവർത്തനം നുറാജിഉൻ നസ്സ വ നസ്ലു തസ്ബീഹാത്തി ബിസ്വാഹിബിഹ. നുറാജിഉൻ നസ്സ പാഠഭാഗം വീണ്ടും ഒരു ആവർത്തി വായിക്കുക. വ നസ്ലു തസ്ബീഹാത്തി, എന്നിട്ട് താഴെ കൊടുത്ത പ്രസ്താവനകൾ ചേർത്തുക. ബിസ്വാഹിബിഹ, അതിൻ്റെ ആളിലേക്ക്. ഈ താഴെ കൊടുത്ത പ്രസ്താവനകൾ ആര് പറഞ്ഞതാണ് എന്ന് അവരിലേക്ക് ചേർത്ത് എഴുതുക. ഒന്നാമത്തേത് ഹൽ തഉദ്ദു നഫ്സക സഈദൻ, സൗഭാഗ്യവാന്മാരുടെ ഗണത്തിലാണോ താങ്കളെ എണ്ണുന്നത്? ഇതാര് പറഞ്ഞു എന്ന് ആണ് നമ്മൾ കണ്ടെത്തി ആ കോളത്തിലേക്ക് മാറ്റി എഴുതേണ്ടത്. അഹ്സൻ അല്ലാഹു ഇലൈക്, അള്ളാഹു താങ്കൾക്ക് നന്മ ചെയ്യട്ടെ. അറഫ്തു ഹഖീഖത്ത സആദ, സൗഭാഗ്യത്തിൻ്റെ പൊരുൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. കൈഫ തഉദ്ദു നഫ്സക സഈദൻ, താങ്കളെ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ എണ്ണുന്നത്? ലാ അദ്ഹബു വറാഅ മത്മഈൻ, ആഗ്രഹങ്ങളുടെ പിന്നാലെ ഞാൻ പോകാറില്ല. താഴെ കോളം കൊടുക്കുന്നുണ്ട്. അസ്സയ്യാദ് അർ റജുൽ, ഈ ഓരോ പ്രസ്താവനകളും ആരാണ് പറഞ്ഞത് എന്ന് ഈ കോളത്തിലേക്ക് മാറ്റി എഴുതുക. അടുത്ത നമ്മുടെ പ്രവർത്തനം ലമ്മൻ സറഫ സയ്യാദു ദാറ ഹിവാറുൻ ബൈന റജുലി വ സൗജത്തിഹി, ഒരു ഹിവാർ എഴുതാനാണ്. ലമ്മൻ സറഫ സയ്യാദ്, ആ മീൻപിടുത്തക്കാരൻ പോയപ്പോൾ, നമ്മുടെ ഗ്രന്ഥകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ വീട്ടിൽ നിന്ന് മീൻപിടുത്തക്കാരൻ പോയതിന് ശേഷം ദാറ ഹിവാറുൻ, ഒരു സംഭാഷണം നടന്നു. ആര് തമ്മിൽ? ബൈന റജുലി വ സൗജത്തിഹി, ആ എഴുത്തുകാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. നൂഇദുൽ ഹിവാറ മിനൽ ഖയാൽ, നമ്മുടെ ഭാവനയിൽ നിന്ന് ആ ഹിവാറ് നമ്മൾ തയ്യാറാക്കുക എന്നാണ്. ഭാര്യ കയറി വരുമ്പോൾ മത്സ്യത്തെയാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കും, എന്താ ചോദിക്കുക? മിൻ അയ്ന ഹാദ സമക്, എവിടുന്നായി മത്സ്യം? പിന്നെയോ? അപ്പോൾ എന്തായിരിക്കും മറുപടി? മിന സയ്യാദ്, മീൻപിടുത്തക്കാരുടെ അടുത്ത് നിന്നാണ്. അതുപോലെ തന്നെ എത്ര വിലക്കാണ് വാങ്ങിയത്? അല്ലേ? കം ദഫഅത അസ്സമൻ, എത്ര പൈസയാണ് കൊടുത്തത്? ഇങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം കൂട്ടുകാരി എഴുതുക. അടുത്തത് നമ്മൾ 36-ാമത്തെ പേജിൽ 2 ചോദ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം മാ ഹിയ ഹഖീഖത്തു സആദ, സൗഭാഗ്യത്തിൻ്റെ പൊരുൾ എന്താണെന്ന്. എന്താ? അൽ ഖനാഅ ഹിയ ഹഖീഖത്തു സആദ, ഖനാഅത്ത്, എന്താ? ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിയോടെ ജീവിക്കുക. അൽ ഖനാഅ ഹിയ ഹഖീഖത്തു സആദ. രണ്ടാമത്തെ ചോദ്യം ബി അയ്യി ഷൈഇൻ ശബ്ബഹൽ കാത്തിബുൽ മൗത, ബി അയ്യി ഷൈഇൻ, എന്തിനോടാണ് ശബ്ബഹൽ കാത്തിബു, എഴുത്തുകാരൻ ഉപമിച്ചത്? അൽ മൗത, മരണത്തെ എന്തിനോടാണ് ഉപമിച്ചത്? ശബ്ബഹൽ കാത്തിബുൽ മൗത ബിസ്സയ്യാത്ത്, മീൻപിടുത്തക്കാരനോടാണ് ഉപമിച്ചത്. അതുപോലെ ബി അയ്യി ഷൈഇൻ ശബ്ബഹൽ കാത്തിബുൽ ആലമ, ലോകത്തെ ഏതിനോടാണ് ഉപമിച്ചത്? ശബ്ബഹൽ കാത്തിബുൽ ആലമ ബിൽ ബഹരി. ബി അയ്യി ഷൈഇൻ ശബ്ബഹൽ കാത്തിബു അന്നാസ, ശബ്ബഹൽ കാത്തിബു അന്നാസ ബിൽ അസ്മാഖ്. അപ്പോൾ ഈ 2 ചോദ്യം, മാഹിയ ഹഖീഖത്തു സആദ എന്ന ചോദ്യവും ബി അയ്യി ഷൈഇൻ ശബ്ബഹൽ കാത്തിബുൽ മൗത എന്ന ചോദ്യവും അതിൻ്റെ ഉത്തരവും നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഇലാ ലിഖാഇൻ ആഖർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.